ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷ നാളെ പൂർത്തിയാകും. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് 8-ന്, +2 ഫലം മെയ് 22-ന് പ്രഖ്യാപിക്കും. ഇത്തവണ തൃശൂർ ജില്ലയിൽ നിന്നും NDAക്ക് MLA-മാർ ഉണ്ടാകുമെന്ന BJP മേഖലാ അധ്യക്ഷൻ A. നാഗേഷ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ച രാഷ്ട്രീയ സാഹചര്യം ജില്ലയിൽ നിലനിൽക്കുന്നുവെന്നും പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹോം വോട്ട് തുടങ്ങി. വയോധികർ, കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ വോട്ട് രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തും. വോട്ടിംഗ് മെഷീനുകൾ വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. സമരം ശക്തമാക്കി സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ. പ്രതിഷേധം ആശുപത്രികളുടെ മുന്നിലേക്ക് മാറ്റി UN. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഇന്ന്. ആറാട്ടുപുഴ ശാസ്താവ് നിലപാടുതറയിലെത്തുന്നതോടെ ദേവീദേവന്മാരുടെ പൂരങ്ങൾ ആരംഭിക്കും. തൃശൂർ നടുവിൽ മഠം ഇളമുറ സ്വാമിയാർ പാർത്ഥസാരഥി ഭാരതി സ്വാമികൾക്ക് സാംസ്കാരിക നഗരിയുടെ അന്ത്യാഞ്ജലി. സമാധിയിരുത്തൽ ചടങ്ങ് നടുവിൽ മഠത്തിൽ നടന്നു. വാർത്തയിലേക്ക് വിശദമായി. SSLC പരീക്ഷ അവസാനിച്ചു. ജീവശാസ്ത്രമായിരുന്നു അവസാനത്തെ പരീക്ഷ. പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പരീക്ഷ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ പരസ്പരം ആശ്ലേഷിച്ചും വസ്ത്രങ്ങളിൽ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയുമാണ് സന്തോഷം പങ്കുവച്ചത്. പൊതുവെ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ ഭയങ്കര എളുപ്പമൊന്നും പറയാനില്ല, ഭയങ്കര ബുദ്ധിമുട്ടൊന്നും പറയാനില്ല. അത്യാവശ്യം ലെവൽ കൂടിയ രീതിയിൽ തന്നെയാണ് ചോദിച്ചിരുന്നത്. പക്ഷേ പഠിക്കുകയാണെങ്കിൽ, നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പരീക്ഷ ഉണ്ടായിരുന്നത്. അതിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് സോഷ്യൽ സയൻസ് ഒക്കെയാണ്. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ ബാക്കി അറിയാത്ത ക്വസ്റ്റ്യൻസ് ആയാലും ചിന്തിച്ച് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളവയായിരുന്നു. മോഡൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു. മോഡൽ ഇതിൽ എളുപ്പമായിട്ടുണ്ടായിരുന്നു. പക്ഷേ മോഡലിൽ നിന്നും കുറച്ചുകൂടി ലെവൽ കൂട്ടി. എന്നാൽ കുട്ടികളാരും തോൽക്കരുത്, പക്ഷെ A+ലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടണം എന്നുള്ള രീതിയിൽ പരീക്ഷ പേപ്പർ ഇട്ടേക്കുന്നതായിട്ട് തോന്നി എനിക്ക്. ഭാഷാ വിഷയങ്ങൾ പൊതുവെ എല്ലാനും കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നത്. മോഡലിന്റെ അതേ ലെവലിൽ തന്നെയാണ് മിക്കതും വന്നത്. അതിൽ ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സയൻസ് ഇതൊക്കെയാണ് മോഡലിൽ നിന്ന് കുറച്ചുകൂടി കടുപ്പിച്ച് എത്തിയത്. കെമിസ്ട്രി, ബയോളജി മോഡലിന്റെ ആ ലെവൽ തന്നെയായിരുന്നു. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷ നാളെ പൂർത്തിയാകും. ഇതോടെ വിദ്യാലയങ്ങൾ മധ്യവേനൽ അവധിയിലേക്ക് കടക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ശനിയാഴ്ച പൂർത്തിയായിരുന്നു. മെയ് 8-ന് SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം നടത്തും. മെയ് 22-നാണ് +2 ഫലപ്രഖ്യാപനം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിൽ കേരള സിലബസ് പിന്തുടരുന്ന സ്കൂളുകളിലെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റിവെച്ചിരുന്നു. ഇത്തവണ തൃശൂർ ജില്ലയിൽ നിന്നും NDAക്ക് MLA-മാർ ഉണ്ടാകുമെന്ന് BJP മേഖലാ അധ്യക്ഷൻ A. നാഗേഷ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ച രാഷ്ട്രീയ സാഹചര്യം ജില്ലയിൽ നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ശ്രീ A. നാഗേഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹം പ്രചരണത്തിലേക്ക് ഇറങ്ങാനുള്ള തിരക്കിലാണ്. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? ഏറ്റവും നല്ല രീതിയിൽ അടിത്തട്ടിലുള്ള സമ്പർക്ക പരിപാടികളും പ്രചരണ പരിപാടികളും വളരെ സജീവമായി തന്നെ വളരെ നല്ല രീതിയിൽ നടക്കുന്ന കാഴ്ചയാണ്. എല്ലാ മേഖലയിലും വളരെ ഉത്സാഹവും ആവേശവും നൽകുന്ന തെരഞ്ഞെടുപ്പാണിത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പുതുമുഖമൊന്നുമല്ല. മുൻപ് 2 തവണ പുതുക്കാട് നിന്ന് മത്സരിച്ചിട്ടുള്ളതാണ്. ആ ഒരു പരിചയം ആളുകളുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 100% എന്നെ അറിയാത്ത ആളുകൾ ഈ നിയോജക മണ്ഡലത്തിലില്ല. അതുകൊണ്ട് എല്ലാ മേഖലയിലും നല്ല സ്വീകാര്യത എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് 100% എനിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പൊതുവെ ഈ പുതുക്കാട് മണ്ഡലത്തിൽ കൊടകര രൂപം മാറിയെത്തിയ മണ്ഡലമാണ്. ഇടത് പ്രതിനിധികൾ മാത്രമേ നിയമസഭയിൽ എത്തിയിട്ടുള്ളൂ. ഇടതുമുന്നണിക്ക് ശക്തമായ അടിത്തറയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. UDF ആണെങ്കിൽ 4 പതിറ്റാണ്ടിന് ശേഷം ഒരു നാട്ടുകാരനെ രംഗത്തിറക്കിയെന്ന് പറയുന്നു. അത്തരം വെല്ലുവിളികളെ എങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മിന്നും വിജയം സമ്മാനിച്ച ചരിത്രപരമായ നേട്ടം കൈവരിച്ച തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ താമരടയാളത്തിൽ വോട്ട് ലഭിച്ച മണ്ഡലം
62,000-ഓളം ആളുകൾ വോട്ട് ചെയ്ത് 12,000-അപ്പുറത്തേക്ക് ഭൂരിപക്ഷമുണ്ടായ മണ്ഡലം ഈ പുതുക്കാട് മണ്ഡലമാണ്. എറണാകുളം മേഖലാ പ്രസിഡന്റ് കൂടിയാണ് BJP-യുടെ ശ്രീ A. നാഗേഷ്. ഈ മേഖലയിൽ പൊതുവെ എങ്ങനെയാണ് BJP-യുടെ വിജയ സാധ്യതകൾ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് തൃശൂർ ജില്ലയിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ ഞെട്ടിച്ചുകൊണ്ട് മിന്നും വിജയം സമ്മാനിച്ചിട്ടുള്ള ജില്ലയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ജില്ലയാണ് തൃശൂർ ജില്ല. എല്ലാ മേഖലയിലും, മണലൂരിലായാലും ഇരിഞ്ഞാലക്കുടയിലായാലും കൊടുങ്ങല്ലൂരിലായാലും നാട്ടികയിലായാലും എല്ലാ മേഖലയിലും, എന്തിനേറെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പ് അടക്കം ശക്തമായ മുന്നേറ്റം നടത്താനും ത്രികോണ മത്സരം സൃഷ്ടിക്കാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധ്യമായിട്ടുണ്ട്. അത് ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ച് മിന്നും വിജയത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ MLA-മാരെ സമ്മാനിക്കുന്ന ജില്ലയായി തൃശൂർ ജില്ല മാറുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹോം വോട്ട് തുടങ്ങി. കലാമണ്ഡലം ഗോപി വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാണ് നടപടികൾ പൂർത്തിയാക്കിയത്. മുതിർന്നവർക്കുള്ള പോസ്റ്റൽ വോട്ട് സൌകര്യം ഉപയോഗിച്ചാണ് വോട്ട് ചെയ്തത്. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, 40%-ലധികം ഭിന്നശേഷിയുള്ളവർ, കിടപ്പ് രോഗികൾ എന്നിവർക്ക് വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനാണ് സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. വോട്ടറുടെ സ്വകാര്യതയും വോട്ടിന്റെ രഹസ്യ സ്വഭാവവും ഉറപ്പാക്കിയാകും നടപടികൾ പൂർത്തിയാക്കുക. വോട്ടെടുപ്പിന് ശേഷം ബാലറ്റ് സുരക്ഷിതമായി സീൽ ചെയ്ത് നിശ്ചിത കേന്ദ്രത്തിലെത്തിക്കും. പോളിംഗ് സംഘം വീട്ടിലെത്തുന്ന തീയതിയും സമയവും മുൻകൂട്ടി അറിയിക്കും. ആദ്യ അവസരത്തിൽ വോട്ടർ ഇല്ലെങ്കിൽ രണ്ടാം അവസരത്തിന് തീയതിയും സമയവും നിശ്ചയിക്കും. സംസ്ഥാനത്ത് 2,07,812 പേരാണ് ഹോം വോട്ടിനായി അപേക്ഷിച്ചിട്ടുള്ളത്. 2,468 ഉദ്യോഗസ്ഥരെ ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. അതേസമയം വോട്ടിംഗ് മെഷീനുകൾ വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സും സമരം കടുപ്പിച്ച യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. നേരത്തെ കളക്ടറേറ്റിന് മുന്നിൽ സമരം നടത്തിയിരുന്ന നഴ്സുമാർ ആശുപത്രി പടിക്കിലേക്ക് പ്രതിഷേധം മാറ്റി. അടിസ്ഥാന ശമ്പള വർധനവ് നടപ്പാക്കാത്ത ആശുപത്രികൾക്ക് മുന്നിലാണ് തിങ്കളാഴ്ച മുതൽ സമരം തുടങ്ങിയത്. ജില്ലയിൽ ജൂബിലി മിഷൻ, അമല ആശുപത്രികൾക്ക് മുന്നിലാണ് സമരം. ഫെബ്രുവരി 21-ന് സൂചനാ സമരവും മാർച്ച് 5 മുതൽ കളക്ടറേറ്റ് പടിക്കൽ അനിശ്ചിതകാല സമരവും നടത്തിയിരുന്നു. ഇതിനിടെ മാനേജ്മെന്റും UNA-യും തമ്മിൽ നടന്ന ചർച്ചയെ തുടർന്ന് നിരവധി ആശുപത്രികൾ ശമ്പള വർധനയ്ക്ക് തയ്യാറായി. അത്തരം ആശുപത്രികളിലെ നഴ്സുമാർ സമരത്തിൽ നിന്ന് പിന്മാറി. മറ്റ് നഴ്സുമാർ സമരം തുടരുകയും ചെയ്തു. ഇതിനിടയിൽ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് സമരം ഇടയ്ക്ക് അവസാനിപ്പിച്ചെങ്കിലും മധ്യസ്ഥ ചർച്ച ഫലം കണ്ടില്ല. സമരം പ്രഖ്യാപിച്ചിരിക്കുന്നയിടങ്ങളിലെ ഭൂരിപക്ഷം നഴ്സുമാരും പണിമുടക്കിയതോടെ ആശുപത്രിയുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിച്ചു. ചുട്ടുപൊള്ളുന്ന വെയിലിനെ വകവയ്ക്കാതെ ജൂബിലി മിഷൻ ആശുപത്രിക്ക് മുന്നിലെ നടപ്പാതയിൽ കുടയും ചൂടിയിരുന്നാണ് നഴ്സുമാർ സമരം ചെയ്യുന്നത്. അടിസ്ഥാന ശമ്പളം 40,000 രൂപ ആക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് UNA. TCB ന്യൂസ്, തൃശൂർ. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഇന്ന്. ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേളയായാണ് ആറാട്ടുപുഴ പൂരം കണക്കാക്കുന്നത്. ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് തറയിലെത്തുന്നതോടെയാണ് ദേവീദേവന്മാരുടെ പൂരങ്ങൾ ആരംഭിക്കുന്നത്. തൊട്ടിപ്പാൾ പകൽപൂരത്തിൽ പങ്കെടുത്ത ശേഷം ആറാട്ടുപുഴ ശാസ്താവ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. നിത്യപൂജകൾ, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം ദേവമേളയ്ക്ക് സാക്ഷിയാകാനും ആതിഥേയത്വം വഹിക്കാനും ശാസ്താവ് 15 ഗജവീരന്മാരുടെ അകമ്പടിയോടെ മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളിയതോടെ പൂരച്ചടങ്ങുകൾക്ക് തുടക്കമാകും. മേളപ്രമാണി പെരുവന്നം സതീശൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അരങ്ങേറും. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് ശാസ്താവിന്റെ തിടമ്പേറ്റും. പഞ്ചാരിമേളം കൊട്ടിക്കലാശിച്ചാൽ എഴുന്നള്ളി നിൽക്കുന്ന 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ കൈപ്പന്ത ശോഭയിൽ ശാസ്താവ് 7 ഖണ്ഡം വരെ പോകും. തൃപ്രയാർ തേവർ കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടോ എന്നാരായാനാണ് ശാസ്താവിന്റെ ഈ യാത്ര. മടക്കയാത്രയിൽ ശാസ്താവ് നിലപാട് തറയിൽ ഏവർക്കും ആതിഥ്യം മുരളി നിൽക്കും. ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് തറയിലെത്തിയാൽ ദേവീദേവന്മാരുടെ പൂരങ്ങൾ ആരംഭിക്കും. അർദ്ധരാത്രി ചോതി നക്ഷത്രം ഉച്ചസ്ഥാനീയനായാൽ ദേവമേളയ്ക്ക് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർ കൈതവളപ്പിലെത്തും. തേവർ കൈതവളപ്പിൽ വന്നാൽ ദേവീദേവന്മാരുടെ ആറാട്ട് നടക്കും. തൃശൂർ നടുവിൽ മഠം ഇളമുറ സ്വാമിയാർ പാർത്ഥസാരഥി ഭാരതി സ്വാമികളെ സമാധിയിരുത്തി. നടുവിൽ മഠത്തിൽ നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് ഏർക്കര നാരായണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. നടുവിൽ മഠം അച്യുതഭാരതി, തൃക്കേക്കാട് നാരായണ ബ്രഹ്മാനന്ദ തീർത്ഥ, എടമന വാസുദേവൻ നമ്പൂതിരി, കുടുംബാംഗങ്ങൾ, ശിഷ്യഗണങ്ങൾ തുടങ്ങിയവർ സന്നിധരായിരുന്നു. ഉപ്പും മണലും നിറച്ചാണ് സ്വാമിയെ സമാധിയിരുത്തിയത്. മസ്തിഷ്കാഘാതത്തെ തുടർന്ന് അബോധാവസ്ഥയിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പാർത്ഥസാരഥി ഭാരതി സ്വാമികൾ ഞായറാഴ്ച രാത്രി 9-നാണ് സമാധിയായത്. ഭാഗവത വഴിയിലൂടെ സന്യാസത്തിലേക്ക് എത്തിച്ചേർന്ന മാടശ്ശേരി നീലകണ്ഠൻ നമ്പൂതിരിയാണ്
പാർത്ഥസാരഥി ഭാരതി സ്വാമികൾ എന്ന പേരിൽ നടുവിൽ മഠത്തിൽ സന്യാസിയായത്. കോതമംഗലം കറുകിടത്തിൽ മാടശ്ശേരി ഇല്ലത്തെ ദാമോദരൻ നമ്പൂതിരിയുടെയും സാവിത്രി അന്തർജനത്തിന്റെയും മകനായി 1953 ജനനം. കേരളത്തിനകത്തും പുറത്തുമായി 500ഓളം വേദികളിൽ ഭാഗവത സപ്താഹങ്ങൾ നടത്തിയ ആചാര്യനായിരുന്നു. പരമമായ ഭക്തിപ്രഭയിൽ ഈശ്വര വഴിയിൽ സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റേത്. സ്വാമിയുടെ സഹോദരി ഹരിപ്രിയയും ആധ്യാത്മികതയുടെ പാതയിലാണ്. TCV ന്യൂസ്, തൃശൂർ. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കുന്ന ഒല്ലൂരിൽ ഇഞ്ചോടിഞ്ച് പൊരുതുകയാണ് മുന്നണികൾ. 3-ാം ഊഴം തേടി കളത്തിലിറങ്ങിയ മന്ത്രി കെ രാജനെ നേരിടാൻ KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്തിനെയാണ് UDF നിയോഗിച്ചിരിക്കുന്നത്. ബിജോയ് തോമസ് ആണ് BJP സ്ഥാനാർത്ഥി. ഇരു മുന്നണികളെയും മാറി മാറി തുണയ്ക്കുന്നതാണ് പൊതുവെ ഒല്ലൂരിന്റെ രാഷ്ട്രീയ ചരിത്രം. ഒല്ലൂരിൽ ജയിക്കുന്ന മുന്നണി കേരളം ഭരിക്കുമെന്നതും മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നു. പ്രഗത്ഭരായ പലരും ഒല്ലൂരിനെ പ്രതിനിധീകരിച്ചു. PR ഫ്രാൻസിസ്, AV ആര്യൻ, AM പരമൻ, PP ജോർജ് തുടങ്ങിയവരൊക്കെ ഇവിടെ നിന്ന് MLA-മാരായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭിച്ചപ്പോൾ രണ്ടാമതും K രാജനൊപ്പം നിന്ന് ഒല്ലൂർ ചരിത്രത്തിനൊപ്പം നടന്നു. ഹാട്രിക് വിജയം സ്വപ്നം കണ്ട് K രാജനെ തന്നെ LDF വീണ്ടും രംഗത്തിറക്കിയിരിക്കുകയാണ്. സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങളുടെ ഗുണഫലം അനുഭവിക്കുന്ന വോട്ടർമാർ കൂടെയുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹം. ഒരു വികസനത്തിന്റെ പൊതുരാഷ്ട്രീയം, മതനിരപേക്ഷതയുടെ പൊതുരാഷ്ട്രീയം, പട്ടയങ്ങളുടെ ലഭ്യത, സുവോളജിക്കൽ പാർക്ക് ഉൾപ്പെടെ ഒരുപക്ഷെ ലോകം ശ്രദ്ധിക്കുന്ന ഒട്ടേറെ നേട്ടങ്ങളുടെ ഭാഗമായി നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ വലിയ പിന്തുണയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശരി. ടോൾ വിഷയത്തിലടക്കമുള്ള നിയമ പോരാട്ടങ്ങളുടെ ശ്രദ്ധേയനായ ഷാജി കോടങ്കണ്ടത്തിലൂടെ ഒല്ലൂർ തിരിച്ചുപിടിക്കാമെന്നാണ് UDF പ്രതീക്ഷ. ഏറെക്കാലമായി മണ്ഡലം കേന്ദ്രീകരിച്ച് ജനകീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടു വരികയാണ് ഈ അഭിഭാഷകൻ. UDF ഉണർന്നു, കോൺഗ്രസ് ഉണർന്നു, എല്ലാ ഘടകകക്ഷികളും ഉണർന്നിട്ടുണ്ട്. ഇത് കോൺഗ്രസ് തിരിച്ചുപിടിച്ചിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ വോട്ടുകളിലാണ് BJPയുടെ നോട്ടം. ബിജോയ് തോമസ് NDAയുടെ കരുത്തറിയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതൃത്വം. ഒല്ലൂരിലെ ജനങ്ങള് താമരയിൽ വോട്ട് ചെയ്യാനായിട്ട് മടിയില്ലാത്ത ആളുകളാണെന്ന് വളരെ വ്യക്തമായിട്ട് തെളിയിച്ചതാണ്. അതുകൊണ്ടാണ് 59,997 വോട്ട് താമര ചിഹ്നത്തിലാണ് ചെയ്തത്. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃശൂർ കോർപ്പറേഷനിലെ 11 ഡിവിഷനുകൾ UDFന്റെ കയ്യിലാണ്. 4 LDFനും 1 ഡിവിഷൻ BJPക്കുമുണ്ട്. പഞ്ചായത്തുകളിൽ മാടക്കത്തറയും നടത്തറയും LDF ഭരിക്കുന്നു. പുത്തൂരും പാണഞ്ചേരിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF പിടിച്ചെടുക്കുകയും ചെയ്തു. ഒല്ലൂരിൽ ജയിക്കുന്ന മുന്നണി സംസ്ഥാനം ഭരിക്കുന്നതാണ് ചരിത്രം. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഈ പോരാട്ടത്തിൽ ഒല്ലൂർ ആരെ ഒപ്പം നിർത്തുമെന്ന് കണ്ടുതന്നെ അറിയണം. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KB ലിബീഷ്, TCV. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ താമര വിരിയുമെന്ന നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാകുളം പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സമുദായങ്ങളും BJPക്ക് വോട്ട് നൽകുമെന്നും 3000-ഓളം വോട്ടിന് താൻ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് ലഭിക്കുന്ന ഓണറേറിയം നിയോജക മണ്ഡലത്തിലെ പാവങ്ങളുടെ ഉന്നമനത്തിനായി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇരിങ്ങാലക്കുടയുടെ ഒരു സമഗ്ര വികസനത്തിന് വേണ്ടിയാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയെ വന്നിട്ടുള്ളത്. ഇവിടെ മാറി മാറി ഭരിച്ച LDFും UDFും ഇരിങ്ങാലക്കുടയെ ഒരു മുരടിപ്പിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പില് സാധാരണ മാറ്റങ്ങൾ വരാം. അത് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് കൂടിയിട്ടേ ഉള്ളൂ എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പോൾ ഇരിങ്ങാലക്കുടയില് പക്ക ഭാരതീയ ജനതാ പാർട്ടിക്ക് 40,000-ത്തിലധികം വോട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചേർത്തിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഒരുപാട് വോട്ടുകൾ കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇരിങ്ങാലക്കുടയിൽ താമര വിരിയും എന്ന് തന്നെയാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. കുന്നംകുളം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വെള്ളാർക്കാട് മേഖലാ കുടുംബ സമ്മേളനം സംഘടിപ്പിച്ചു. NV ആന്റണിയുടെ വീട്ടിൽ നടന്ന സമ്മേളനം KPCC അംഗം ജോസഫ് ചാലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി VK രഘുസ്വാമി അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ്, K ജയശങ്കർ, സ്വപ്ന രാമചന്ദ്രൻ, KC മൊയ്തൂട്ടി, ഷറഫു പന്നിത്തടം, ഗഫൂർ കടങ്ങോട്, ആൻഡോ പോൾ തുടങ്ങിയവർ സംസാരിച്ചു.
മണലൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ പാവറട്ടി മണ്ഡലത്തിൽ പര്യടനം നടത്തി. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ജെറോം ബാബു അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, UDF നേതാക്കളായ സിജു പാവറട്ടി, CJ സ്റ്റാൻലി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, NJ ലിയോ, MK അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ മണ്ഡല പര്യടനം പ്രവർത്തകർക്ക് ആവേശമായി. എറവിൽ നിന്നും ആരംഭിച്ച മണ്ഡലതല പര്യടനം LDF മണലൂർ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ VR മനോജ് ഉദ്ഘാടനം ചെയ്തു. CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം KK ശശിധരൻ അധ്യക്ഷനായി. TV ഹരിദാസൻ, ഉഷ പ്രഭുകുമാർ, രാകേഷ് കണിയാമ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. വെൽഫെയർ പാർട്ടി ചേലക്കര മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PS അബു ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. LDF RSS ഡീൽ പരാജയപ്പെടുത്താൻ ചേലക്കരയിൽ UDFനെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ എളനാട് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ NM ഷുഹൈബ് അലി, ഹംസ എളനാട്, KK ഷഫൂറ, VA ഷെമിയ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത ശ്രീനാരായണപുരം ആലയിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. കാട്ടിൽ ഉണ്ണികൃഷ്ണൻ മകൻ 38 വയസ്സുള്ള പ്രിയേഷാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. പ്രിയേഷ് സഞ്ചരിച്ചിരുന്ന മോട്ടോർ ബൈക്കിൽ പിക്കപ്പ് വാൻ ഇടിച്ചാണ് അപകടമുണ്ടായത്. ദേശീയപാത പുതുക്കാട് കാറിടിച്ച് യുവാവിന് പരിക്കേറ്റു. ഛത്തീസ്ഗഡ് സ്വദേശി മൃത്വിൻ ജെയ്സിനാണ് പരിക്കേറ്റത്. പുതുക്കാട് KSRTC സ്റ്റാൻഡിന് മുന്നിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോയ കാർ ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിൽ ഇടിച്ചുകയറി യുവാവിന് പരിക്കേറ്റു. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ കാഞ്ഞിരക്കോട് തോട്ടുപാലം കല്യാണ മണ്ഡപത്തിന് സമീപമായിരുന്നു അപകടം. വെള്ളറക്കാട് പള്ളിയത്തുപടിക്കൽ അഭിജിത്തിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടി ഇടം സാംസ്കാരിക വേദിയുടെ പുതിയ ഓഫീസ് കവിയും ഗാനരചയിതാവുമായ BK ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇടം പ്രസിഡന്റ് EK മിനി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ PU പ്രകാശൻ, PA അശോകൻ, ഇടം സെക്രട്ടറി ഷൌക്കത്ത് കടങ്ങോട്, ഫരീദ് അലി എരുമപ്പെട്ടി, KR രാധിക, KM അക്ബർ അലി, PT സുശാന്ത് എന്നിവർ സംസാരിച്ചു. കോടാലി കാർഷികോൽപാദന സംഭരണ സംസ്കരണ വിപണന സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കടമ്പോട് നേന്ത്രവാഴ കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. സംഘം കൃഷി ഉപസമിതി കൺവീനർ CV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് PS സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് EK ശശീന്ദ്രൻ, ഭരണസമിതി അംഗങ്ങളായ ലാലു തേറാട്ടിൽ, TD ശ്രീധരൻ, സെക്രട്ടറി CS സുരമ്യ, TD സഹജൻ എന്നിവർ സംസാരിച്ചു. പാവറട്ടി ലയൺസ് റോയലിന്റെ നേതൃത്വത്തിൽ തിമിരമുക്ത പാവറട്ടി പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി 5ാം ഘട്ട നേത്ര പരിശോധന ക്യാമ്പ് നടന്നു. മൾട്ടിപ്പിൾ ലയൺ സെക്രട്ടറി ജെയിംസ് വളപ്പില ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. റോയൽ ലയൺസ് ക്ലബ്ബ് സെക്രട്ടറി എഞ്ചിനീയർ VC ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് OG സെബാസ്റ്റ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK അനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ്, വാർഡ് മെമ്പർ കമാലുദ്ദീൻ തോപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആറ്റത്തറയിൽ ലോക CLC ദിനാഘോഷം സംഘടിപ്പിച്ചു. അതിരൂപത CLC അസിസ്റ്റന്റ് പ്രൊമോട്ടർ ഫാദർ സന്തോഷ് അന്തിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ദിവ്യബലിക്ക് ഫാദർ ജോമോൻ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. AJ ജെയ്സൺ, സിസ്റ്റർ ലിറ്റി ജോസഫ്, AJ സജി, CV അലക്സ്, നിമി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. നാടിന്റെ ചരിത്രവും പ്രാധാന്യവും മനസ്സിലാക്കാനും അക്കാര്യം രേഖപ്പെടുത്തി വരും തലമുറയ്ക്ക് കൈമാറുവാനും വേണ്ടി മരുതയൂർ ദേശചരിത്രം ഒരുക്കി മരുതയൂർ GUP സ്കൂളിലെ വിദ്യാർത്ഥികൾ. പദ്ധതിയുടെ ഭാഗമായി പ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞനും വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന ഡോക്ടർ A അയ്യപ്പന്റെ കുടുംബാംഗമായ സുബ്രഹ്മണ്യൻ ഐനിപ്പിള്ളിയുടെ ഗൃഹസന്ദർശനവും വിവരശേഖരണവും നടത്തി. ഡോക്ടർ A അയ്യപ്പന്റെ തിരഞ്ഞെടുത്ത രചനകൾ ഉൾപ്പെടുത്തി റാഫി നീലങ്കാവിലും പ്രശാന്ത് മാധവും ചേർന്ന് തയ്യാറാക്കിയ പുസ്തകം വിദ്യാലയത്തിന് ധർമ്മദേവൻ ട്രസ്റ്റ് സമർപ്പിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക മീന ജഗദീഷ്, സ്കൂൾ അധ്യാപിക P സൗദ തുടങ്ങിയവർ സംസാരിച്ചു.
കൌൺസിലിംഗ് സൈക്കോളജിയിൽ വെള്ളിക്കുളങ്ങര സ്വദേശിനി ആരിഫയ്ക്ക് ഹോണററി ഡോക്ടറേറ്റ് പുരസ്കാരം. മധുരയിൽ നടന്ന ചടങ്ങിൽ ഡേ സ്പ്രിംഗ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഇന്ത്യൻ ചാൻസലർ ഡോക്ടർ ആമോസ് ജെയിംസ് പുരസ്കാരം സമ്മാനിച്ചു. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നതിന് തുടർച്ചയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്ന വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു PK ബിജു. വിദേശ സംഭാവന സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കടുത്ത നിയമം ഇപ്പോൾ തന്നെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതനുസരിച്ച് ഓരോ വർഷവും വരവ് ചെലവുകൾ കൃത്യമായി സമർപ്പിക്കണം. പുതിയ നിയമ ഭേദഗതി പ്രകാരം വിദേശ സംഭാവന സ്വീകരിക്കാൻ അനുമതി നിഷേധിച്ചാൽ രാജ്യത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയുടെ സ്വത്തുക്കൾ കേന്ദ്ര സർക്കാരിന് ഏറ്റെടുക്കാം. ഇക്കാര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള MPമാരുടെ പ്രതികരണം പാർലമെന്റിൽ ഇല്ലാതെ പോയത് ആശ്ചര്യപ്പെടുത്തുന്നതാണ്. CPM ശക്തമായ പ്രതിഷേധം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ടെന്നും PK ബിജു പറഞ്ഞു. ഇത്തരം കടുത്ത നിയന്ത്രണം നിലനിൽക്കുമ്പോഴാണ് അതിനേക്കാൾ കടുത്ത ഒരു നിയമം നമ്മുടെ രാജ്യത്ത് BJP സർക്കാർ പാസാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും കാരണം പറഞ്ഞ് അനുമതി നിഷേധിക്കപ്പെട്ടാൽ പൂർണ്ണമായും അതിൻ്റെ അസറ്റ് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് നടത്തിയിട്ടുള്ളത്. അനുമതി നൽകുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. അവർക്ക് ഏതെങ്കിലും ഗ്രൗണ്ട് പറഞ്ഞ് അനുമതി നിഷേധിക്കാവുന്നതാണ്. അങ്ങനെ നിഷേധിക്കപ്പെട്ടാൽ നമ്മുടെ രാജ്യത്തെ നിരവധി സംഘടനകൾ അതിൻ്റെ മുഴുവൻ ഈ പതിറ്റാണ്ട് കാലങ്ങൾ അവർ പ്രവർത്തിച്ച മുഴുവൻ അസറ്റും കേന്ദ്ര ഗവൺമെൻറ് കയ്യിലേക്ക് പോകുമെന്നാണ് ഈ പുതിയ ഭേദഗതി പറയുന്നത്. മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന അവരുടെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായാണ് പൗരത്വ ഭേദഗതി നിയമം, അതുപോലെ മതപരിവർത്തന സംരക്ഷണ നിയമം, അതിലെല്ലാം തുടർന്നാണ് ഇപ്പോൾ സന്നദ്ധ സംഘടനകൾക്കും സേവന സംഘടനകൾക്കുമെല്ലാം നാളിതുവരെ ഉണ്ടായിരുന്ന അവരുടെ പ്രവർത്തനം ഇല്ലാതാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ ഇടയാക്കുന്ന ഈ ഭേദഗതി വന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ വഴിവിട്ട നീക്കം മറച്ചുവെക്കാനാണ് ഡീൽ എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുന്നത്. തൃശൂരിൽ ഇത്തവണയും LDF വിജയം നേടും. ഇവിടെ 2 കോൺഗ്രസ് സ്ഥാനാർത്ഥിയും 1 LDF സ്ഥാനാർത്ഥിയുമാണ് മത്സരിക്കുന്നതെന്നും PK ബിജു പരിഹസിച്ചു. കോൺഗ്രസ് നടത്തുന്ന ഇത്തരം വഴിവിട്ട നീക്കങ്ങൾ മറച്ചുവെക്കാനാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനിടയിൽ ഡീൽ എന്ന ഒരു വാക്ക് പ്രയോഗിച്ചത്. തൃശ്ശൂരിൽ നിൽക്കുന്ന നമുക്കെല്ലാവർക്കും അറിയാം ഡീൽ ആരുമായി, എങ്ങനെ, എവിടെ എന്ന്. തൃശ്ശൂര് നമ്മളിപ്പോൾ കാണുന്നത് കോൺഗ്രസിന്റെ 2 സ്ഥാനാർത്ഥിയും LDFന്റെ സ്ഥാനാർത്ഥിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തി തന്നെയാണ് ഇത്തവണ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ 2 കോൺഗ്രസ് സ്ഥാനാർത്ഥികളും LDF സ്ഥാനാർത്ഥിയുമാണ് ഇവിടെയുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം തൃശ്ശൂർ അസംബ്ലിയിലും നേടാൻ കഴിയും എന്നതാണ് ഇപ്പോൾ കാണുന്നത്. TCV ന്യൂസ്, തൃശൂർ. UDF കയ്പമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി TM നാസർ കയ്പമംഗലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. കോരിക്കുഴി സെന്ററിൽ നിന്ന് ആരംഭിച്ച പര്യടനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി TM നാസർ, നേതാക്കളായ MK അബ്ദുൽ സലാം, CS രവീന്ദ്രൻ, PMA ജബ്ബാർ, CJ പോൾസൺ, സജയ് വൈനപ്പിള്ളി, മുജീബ് റഹ്മാൻ, സുനിൽ P മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. വെള്ളാനിക്കര കാർഷിക കോളേജിന്റെ നേതൃത്വത്തിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ കാർഷിക ക്ലിനിക്ക് സംഘടിപ്പിച്ചു. 4ാം വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ ഗ്രാമീണ പ്രവൃത്തി പരിചയ പരിപാടിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കാർഷിക സർവകലാശാല കീടശാസ്ത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ ബെറിൻ പത്രോസ്, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർമാരായ സ്മിത ജോൺ, ഗ്ലീന മേരി തുടങ്ങിയവർ സംസാരിച്ചു. ചാരായ വ്യവസായ തൊഴിലാളി കുടുംബ സംഗമം ബുധനാഴ്ച കൊടകരയിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. സംഗമം രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും. മുൻ മന്ത്രി C. ദിവാകരൻ, PJ ആന്റണി തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ MN ശശിധരൻ, KB ദിനചന്ദ്രൻ, PK ജോബി, PG അജയഘോഷ്, CO ദേവസി എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,590 രൂപ, പവന് 1,08,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, MG Road, Thrissur, near bus stand, Triprayar. SSLC പരീക്ഷ അവസാനിച്ചു. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷ നാളെ പൂർത്തിയാകും. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് 8-ന്, പ്ലസ് 2 ഫലം മെയ് 22-ന് പ്രഖ്യാപിക്കും. ഇത്തവണ തൃശൂർ ജില്ലയിൽ നിന്നും NDAക്ക് MLA-മാർ ഉണ്ടാകുമെന്ന BJP മേഖലാ അധ്യക്ഷൻ A. നാഗേഷ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ച രാഷ്ട്രീയ സാഹചര്യം ജില്ലയിൽ നിലനിൽക്കുന്നുവെന്നും പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹോം വോട്ട് തുടങ്ങി. വയോധികർ, കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ വോട്ട് രേഖപ്പെടുത്താൻ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തും. വോട്ടിംഗ് മെഷീനുകൾ വിതരണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. സമരം ശക്തമാക്കി സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ. പ്രതിഷേധം ആശുപത്രികളുടെ മുന്നിലേക്ക് മാറ്റി UN. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഇന്ന്. ആറാട്ടുപുഴ ശാസ്താവ് നിലപാടുതറയിലെത്തുന്നതോടെ ദേവീദേവന്മാരുടെ പൂരങ്ങൾ ആരംഭിക്കും. തൃശൂർ നടുവിൽ മഠം ഇളമുറ സ്വാമിയാർ പാർത്ഥസാരഥി ഭാരതി സ്വാമികൾക്ക് സാംസ്കാരിക നഗരയുടെ അന്ത്യാഞ്ജലി. സമാധിയിരുത്തൽ ചടങ്ങ് നടുവിൽ മഠത്തിൽ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.